എല്ലാവർക്കും നമസ്തേ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം എപ്പോഴും ഒരു കൺഫ്യൂഷനാണ് എല്ലാവർക്കും അല്ലേ. എന്നാൽ സ്ഥിരം മെനുവിൽ നിന്നും മാറി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻസ്റ്റൻറ്റ് ക്രിസ്പി ദോശയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ചെറുപയർ പരിപ്പ് ഉപയോഗിച്ച് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ടേസ്റ്റി ദോശ. പാചക രീതിയിലേക്ക് കടന്നാലോ? ഇതിനായിട്ട് 1 കപ്പ് ചെറുപയർ പരിപ്പാണ്. ഇത് 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതാണ്. ഇത് വെറ്റ് ജാറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലോട്ട് 3 ടേബിൾ സ്പൂൺ നൈസായിട്ടുള്ള അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കടലമാവ്, 1 വറ്റൽമുളക്, 1/2 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ജീരകം, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 1/4 ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഇതൊന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇതാ കണ്ടില്ലേ, ദോശമാവിൻ്റെ ഒരു പരുവത്തിൽ നിന്നും അല്പം കൂടി ഒരു ലൂസായ പരുവം. ഇതൊരു ബൗളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് അടച്ച് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർക്കാം. ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പെട്ടെന്ന് തന്നെ നമ്മുടെ ദോശ ചുട്ടെടുക്കാം. തവ നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ അല്പം നെയ്യൊന്ന് തൂത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്കാക്കിയ ശേഷം ഇതുപോലെ ഒട്ടും കട്ടിയില്ലാതെ ദോശമാവ് നമുക്ക് പരത്തിയെടുക്കണം. ഇനിയും ഫ്ലെയിം ഒന്ന് മീഡിയം ടു ഹൈയിലേക്കാക്കി വെക്കണം. ദോശ വെന്ത് തുടങ്ങിയാൽ നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ആയാലും മതി കേട്ടോ. പാൻ ആയതുകൊണ്ട് തന്നെ ഇതുപോലെ തവയൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. സൈഡ്സൊക്കെ ഒന്ന് മൂത്ത് വരണമെങ്കിൽ ആ ഫ്ലെയിമിലേക്ക് സൈഡ്സൊക്കെ ഒന്ന് വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ അതിൻ്റെ നടുഭാഗം മാത്രമേ ക്രിസ്പിയായി കിട്ടുകയുള്ളൂ. ദാ ഇപ്പം എല്ലാ വശവും മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് ഇതുപോലെ ഗീ റോസ്റ്റൊക്കെ റോൾ ചെയ്യുന്നത് പോലെ റോൾ ചെയ്തെടുക്കാം. ഇതാ കണ്ടു നോക്കൂ, നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ നല്ല ക്രിസ്പി ദോശയാണ്. കാണുമ്പം തന്നെ അറിയാം ഇതിൻ്റെ ടെക്സ്ചറും ടേസ്റ്റും എന്താണെന്നല്ലേ. ഇതുപോലെ എല്ലാ ദോശയും നമുക്ക് ചുട്ടെടുക്കാം. നന്നായി മൊരിഞ്ഞു വരണം കേട്ടോ. റവ ദോശയുടെ അത്രയും സമയമൊന്നും എടുക്കില്ല ഈ ഒരു ദോശ ക്രിസ്പി ആയി കിട്ടാനായിട്ട്. ഇതുപോലെ ബ്രൗൺ കളറിൽ ആയാലേ നമുക്ക് റോൾ ചെയ്തെടുക്കാം. എന്താ ഭംഗിയല്ലേ, അത്രയും ടേസ്റ്റിയുമാണ് ഹെൽത്തിയുമാണ്. ഞാനിന്ന് ഈ ദോശയുടെ കൂടെ പൊട്ടറ്റോ ബാജിയും പൊട്ടുകടല ചട്നിയുമാണ് കോമ്പിനേഷനായിട്ട് സെർവ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ബാജി അകത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് മസാല ദോശയൊക്കെ തയ്യാറാക്കുന്ന പോലെയും ചെയ്തെടുക്കാം. ദാ ഇതുപോലെ ഒരു സൈഡിലായിട്ട് മസാല വെച്ച ശേഷം റോൾ ചെയ്തെടുക്കാം. ഇനി അതല്ലെങ്കിൽ ഇതുപോലെ സെൻറ്ററിൽ വെച്ച ശേഷം ട്രയാങ്കിൾ ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് ദോശ ഫോൾഡ് ചെയ്തെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം. ഈ ദോശയൊക്കെ കല്ലിൽ നിന്നെടുത്താൽ അപ്പം തന്നെ കഴിക്കണം കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ അത്രയ്ക്കൊന്നും ഇമ്പ്രസീവ് ആയിരിക്കില്ല. കല്ലിൽ നിന്ന് എടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പം തന്നെ നമ്മുടെ ചട്നിയൊക്കെ കൂട്ടി ഈ ദോശ കഴിക്കണം. എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചെറുപയർ പരിപ്പ് കൊണ്ടുള്ള ഈ ഒരു മൂങ് ദാൽ ദോശ തയ്യാറാക്കി നോക്കി നിങ്ങൾ കഴിക്കണം. നിങ്ങളും ആസ്വദിക്കണം, കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഞങ്ങളെ അറിയിക്കണം. ഇപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് എഴുതാൻ മറക്കണ്ട. അമ്മയുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഒപ്പം തന്നെ കറി വിത്ത് അമ്മ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങളുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് റെസിപ്പിയുമായി വരും. അതുവരേക്കും നന്ദി. ഗുഡ് ബൈ.